ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിന്റെ അകത്ത് നിന്ന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ന്യൂമറിക്കൽ ആണ്. നമ്മളുടെ ഒരു ഫോഴ്സ് തരും, എന്നിട്ട് നിങ്ങളോട് പറയുമ്പോൾ അവിടുത്തെ മാസ് ഡബിൾ ആക്കി, അല്ലെങ്കിൽ നമ്മൾ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ ഇരട്ടിയാക്കി, അല്ലെങ്കിൽ 1/2 ആക്കി എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം അതിന്റെ എല്ലാ ഡീറ്റെയിൽസും ആണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ നന്നായിട്ട് ശ്രദ്ധിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. Gravitational force between two objects is F. If the mass of one of the objects is doubled, what will be the new force? അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് F ആണ്. ഓക്കെ, അതിൽ ഒരാളുടെ മാസ് നമ്മൾ എന്ത് ചെയ്തു? ഇരട്ടിയാക്കി, ഡബിൾ ചെയ്തു. അങ്ങനെയെങ്കിൽ പുതിയ ഫോഴ്സ് എത്ര? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഏതോ രണ്ട് ഒബ്ജക്റ്റ് ആണല്ലോ, നമുക്കറിയില്ല ഇത് M1 ഇത് M2, ഏതോ രണ്ട് ഒബ്ജക്റ്റ് ആണ്, നമുക്കറിയില്ല. ഓക്കെ, ഇവർ M1ഉം M2ഉം ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഇപ്പൊ എത്രയായിരിക്കും? F ഈക്വൽ ടു G ഇൻറ്റു M1 M2 ബൈ D സ്ക്വയർ ആണ്. ഓക്കെ, F ഈക്വൽ ടു G M1 M2 ബൈ D സ്ക്വയർ. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിൽ ഒരാളുടെ മാസ് നമ്മൾ ഡബിൾ ആക്കി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? പുതിയ M1 എടുക്കാം. ഓക്കെ, പുതിയ M1നെ ഞാൻ M1 ന്യൂ എന്ന് എഴുതി. M1 ന്യൂ ഈക്വൽ ടു 2M1 എന്ന് ഞാൻ എഴുതി. പ്രശ്നമില്ലല്ലോ. M1 ന്യൂ, പുതിയ M1 എന്ന് പറയുന്നത് 2M1 ആണ്. കുഴപ്പമില്ലല്ലോ. റെഡി. ഇനി നമുക്ക് വേണ്ടത് പുതിയ ഫോഴ്സ് ആണ്. ആ M മാറിയല്ലോ, M മാറിയത് കൊണ്ട് തന്നെ പുതിയ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. പുതിയ ഫോഴ്സ് കാണാൻ ഞാൻ F ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിക്ക് മാറ്റം ഉണ്ടാവോ? ഇല്ല, ജി ഒരിക്കലും മാറൂല. ഓക്കെ, M1ന്റെ സ്ഥാനത്ത് ഇനി ആരാ വരിക? 2M1 ആണ്, കാരണം പുതിയതല്ലേ. അപ്പൊ ഇൻറ്റു 2M1 ഇൻറ്റു M2ന്റെ സ്ഥാനത്ത് ആരാ വരിക? M2 തന്നെ, കാരണം M2ന് മാറ്റമൊന്നുമില്ല. ബൈ ഡിയുടെ സ്ഥാനത്തോ? ഡി തന്നെ, ഡിയിലും മാറ്റമില്ല. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയേ, നമുക്ക് എന്താ കിട്ടിയത്? ജി ഇൻറ്റു എഫ് ന്യൂ, പുതിയ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഇൻറ്റു 2M1 ഇൻറ്റു M2 ബൈ ഡി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലുള്ള 2 അതിനെന്ത് ചെയ്യുക? പുറത്തേക്ക് എഴുതുക, അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതുക. അപ്പൊ എന്ത് കിട്ടും? 2നെ ഞാൻ ഇപ്പുറത്തേക്ക് എഴുതി. 2 ഇൻറ്റു ബാക്കി ഇനി ആരൊക്കെ ഉണ്ട്? ജി ഉണ്ട്, M1 ഉണ്ട്, M2 ഉണ്ട്, ബൈ ഡി സ്ക്വയർ ഉണ്ട്. നോക്കിയടാ, ഈ G1 M1 M2 ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ഫോഴ്സ് അല്ലേ? ആദ്യത്തെ ഫോഴ്സ് G M1 M2 ബൈ ഡി സ്ക്വയർ. അതായത് M1ഉം M2ഉം ആയിരുന്നപ്പോൾ ഉള്ള ഫോഴ്സ് ആണ് G M1 M2 ബൈ ഡി സ്ക്വയർ. പുതിയ M1 വന്നു, അതായത് 2M1 ആയപ്പോൾ ഉള്ള ഫോഴ്സ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത് 2 ഇൻറ്റു G M1 M2 ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്നത്. റെഡി അല്ലേ? അപ്പൊ G M1 M2 ബൈ ഡി സ്ക്വയർ എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മളുടെ ആദ്യത്തെ ഫോഴ്സ് ആണ്. അതിന് നമുക്ക് എന്ത് തന്നെ കൊടുക്കാം? 2 ഇൻറ്റു എഫ് എന്ന് കൊടുക്കാം. അപ്പൊ പുതിയ ഫോഴ്സ് കിട്ടിയടാ. പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു ആദ്യത്തെ ഫോഴ്സ് അല്ലേ? അപ്പൊ പുതിയ ഫോഴ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യത്തെ ഫോഴ്സ് എന്ന് കിട്ടും. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതേപോലെ തന്നെ ചെയ്യലല്ലോ ആ ക്വസ്റ്റ്യനും. ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ് ഈസ് ഇൻക്രീസ്ഡ് to twice its original value, how will the gravitational force change? ഇവിടെ നമ്മൾ മാറ്റുന്നത് മാസ് അല്ല, ഇവിടെ നമ്മൾ മാറ്റാൻ പോകുന്നത് എന്താണ്? ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു M1 ഉണ്ട്, ഇവിടെ M2 ഉണ്ട്, ഇവര് തമ്മിലുള്ള ദൂരം D ആണ്. ഓക്കെ, ഇങ്ങനെ ഇവര് നിൽക്കുമ്പോഴുള്ള ആദ്യമുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് G M1 M2 ബൈ ഡി സ്ക്വയർ. സംശയമില്ലല്ലോ. റെഡി. ഇനി പുതിയ ഫോഴ്സ് കാണണം, എഫ് ന്യൂ. പുതിയ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ആരാ മാറിയത്? ഡി മാത്രം മാറിയത്. പുതിയ ഡി ന്യൂന് എനിക്ക് എന്താ എഴുതാം? നമ്മൾ എന്താ ചെയ്തേ? ഡബിൾ ചെയ്തു അല്ലെ? പുതിയ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D അല്ലേ? പുതിയ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2D ആയിട്ട് മാറി. ഓക്കെ, റെഡി. ഇനി നോക്കിക്കോ, ജി ഇൻറ്റു M1ലും M2ലും ഒരു മാറ്റവും ഇല്ല. പുതിയ ഫോഴ്സിലേക്ക് വരുമ്പോ ജി മാറില്ല, M1ൽ മാറ്റമില്ല, M2ല് മാറ്റമില്ല. ബൈ ഡി സ്ക്വയർ അവിടെ മാറുന്നുണ്ട്. അവിടെ ഡി, ആദ്യം ഡി ആയിരുന്നു, ഇപ്പൊ ആരാണ്? 2D ആണ്. അപ്പൊ ഡിയുടെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുക്കണം? 2D എന്ന് കൊടുക്കണം. ഇവിടെ ഡീനെ സ്ക്വയർ ചെയ്തില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 2Dനെ സ്ക്വയർ ചെയ്യണം. ക്ലിയർ ആണോ? റെഡി. ഇനി എന്ത് കിട്ടും? പുതിയ ഫോഴ്സ് എഫ് ന്യൂ ഈക്വൽ ടു ജി ഇൻറ്റു M1 M2 ബൈ 2D ഹോൾ സ്ക്വയർ ആണ്. ദേ നോക്കിയേ, 2D ഹോൾ സ്ക്വയർ എന്താ? 4D സ്ക്വയർ. അപ്പൊ 4D സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? മിസ് നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ അകത്തുള്ള നമ്പറിനെ മാറ്റാം. ആരാ നമ്പർ ഉള്ളത്? 1/4 അല്ലേ ഇതിന്റെ അകത്ത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് അല്ലേ? എടാ, ഇവിടെ ഈ G M1 M2 ബൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇതാരാ? ദേ ഈ കാണുന്നത് ആരാ? ഈ കാണുന്നത് നമ്മളുടെ ആദ്യത്തെ ഫോഴ്സ് അല്ലേ? എഫ്.
അപ്പൊ അതിന് എഫ് എന്നങ്ങ് കൊടുത്തോ, എഫ് ബൈ ബാക്കി ഇനി ആരാ ഉള്ളത് 4. അപ്പൊ എന്താ കിട്ടിയത്? പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഫോഴ്സ് ബൈ 4 ആണ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. What happens to the gravitational force between two bodies if the distance between them is reduced to half? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ പകുതിയാക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ എടാ, ഇവർ ആദ്യം നിൽക്കുന്ന സമയത്ത് ഇത് m1 ഇത് m2, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? gm1 m2 ബൈ d സ്ക്വയർ എന്ന് എഴുതാലോ. റെഡി? ഇനി എന്താ സംഭവിക്കുന്നത്? പുതിയ ഡിസ്റ്റൻസ് എത്രയാടാ? ആദ്യത്തെ ഡിസ്റ്റൻസിന്റെ പകുതി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യത്തെ ഡിസ്റ്റൻസിന്റെ പകുതി d/2. അപ്പൊ എനിക്ക് പുതിയ ഫോഴ്സ് എഴുതാം, എഫ് ന്യൂ ഈക്വൽ ടു ജിയിൽ മാറ്റമില്ല, m1 മാറ്റമുണ്ടോ? ഇല്ല. m2 മാറ്റമുണ്ടോ? ഇല്ല. ബൈ ഡിയിൽ പക്ഷേ മാറ്റമുണ്ട്. ഡി എങ്ങനെയാ മാറിയത്? d/2 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എടാ, ഡീനെ സ്ക്വയർ ചെയ്യണം. ഡിയുടെ സ്ഥാനത്തേക്കാണ് d/2 വന്നത്. അപ്പൊ d/2 മൊത്തത്തിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. ക്ലിയർ അല്ലേ? ഇതിനി നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയടാ. എഫ് ന്യൂ ഈക്വൽ ടു gm1 m2 ബൈ എടാ d/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? d സ്ക്വയർ ബൈ 2 സ്ക്വയർ അല്ലെ? d സ്ക്വയർ എന്ന് പറഞ്ഞാൽ d സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ d/2 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ d സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അപ്പൊ gm1 m2 ബൈ d സ്ക്വയർ ബൈ 4 ആണ്. ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ഇതെങ്ങനെ ചെയ്യണം? gm1 m2 ബൈ d സ്ക്വയർ ബൈ 4നെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വ്യുൽക്രമം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗുണനം ചെയ്യണം. അപ്പൊ ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ എന്താ? 4 ബൈ d സ്ക്വയർ ആണല്ലോ. റെഡി? ഇനി ശ്രദ്ധിക്കണം. gm1 m2 ഇൻറ്റു 4 ബൈ d സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? gm1 m2 ഇൻറ്റു 4 ബൈ d സ്ക്വയർ എന്ന് എഴുതാലോ. റെഡി? ഇനി നോക്കിക്കേടാ, ഈ gm1 m2 ബൈ d സ്ക്വയർ ആരാ? നമ്മുടെ ആദ്യത്തെ ഫോഴ്സാ. അപ്പൊ കിട്ടി പുതിയ ഫോഴ്സ് എഫ് ന്യൂ ഈക്വൽ ടു ഇത് ആദ്യത്തെ ഫോഴ്സ് എഫ് ഇൻറ്റു 4. അപ്പൊ പുതിയ ഫോഴ്സ് എത്രയാ? ആദ്യത്തെ ഫോഴ്സിനേക്കാൾ 4 ടൈംസ്. ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഇഫ് ദ മാസസ് ഓഫ് ബോത്ത് ഒബ്ജക്ട്സ് ആർ ഡബിൾഡ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ them is also doubled, what will be the new gravitational force? ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇവര് തമ്മിലുള്ള മാസുകൾ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഡബിൾ ആക്കുന്നുണ്ട്. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മൾ എന്ത് ചെയ്യുന്നു? ഡബിൾ ആക്കുന്നു. ഓക്കെ, കുറച്ചും കൂടെ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ നോക്കിയടാ. ആദ്യം ഇവര് രണ്ടിലും നിൽക്കുന്ന സമയത്ത് ഇത് m1 ഇത് m2, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് d. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവര് തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരുന്നു? gm1 m2 ബൈ d സ്ക്വയർ. സംശയമില്ലല്ലോ. റെഡി? ഇനി മാസ് മാറി, d മാറി. അപ്പൊ പുതിയ ആൾക്കാർ വരണം. പുതിയ മാസ് എത്രയാടാ? m1 ന്യൂ. പുതിയ m1 എത്രയാ? 2m1 ആയി. പുതിയ m2 എത്രയാ? 2 മാസം ഡബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ പുതിയ m2 എത്രയാ? 2m2. ഇനി പുതിയ d എത്രയാടാ? പുതിയ d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2d. അപ്പൊ ഇവരൊക്കെ മാറി. ഇനി പുതിയ ഫോഴ്സ് കണ്ടുപിടിക്കാം. എഫ് ന്യൂ പുതിയ ഫോഴ്സ്. ജിയില് മാറ്റം ഉണ്ടാവില്ല, അത് ഒരിക്കലും മാറില്ല. ഇൻറ്റു പുതിയ m1 എന്താടാ? 2m1. ഓക്കെ, പുതിയ m2 എന്താടാ? 2m2. ഇനി പുതിയ d എന്താടാ? 2d ആണ്. അപ്പൊ ഡിയുടെ സ്ഥാനത്തേക്കാണ് 2d വന്നത്. അപ്പൊ 2dനെ മൊത്തത്തിൽ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം. അപ്പൊ 2d ഹോൾ സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ സോൾവ് ചെയ്യണം. നോക്കിക്കോ. എഫ് ന്യൂ ഈക്വൽ ടു g ഇൻറ്റു നോക്കിയടാ 2m1 ഇൻറ്റു 2m2 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 4 ആണ്. അപ്പൊ 4 ഇൻറ്റു m1 ഇൻറ്റു m2 എഴുതാം. കുഴപ്പമില്ലല്ലോ. 4 ഇൻറ്റു m1 m2. ഓക്കെ, ബൈ എടാ 2d ഹോൾ സ്ക്വയർ എന്താണ്? 2 സ്ക്വയർ ഇൻറ്റു d സ്ക്വയർ ആണ്. 2dനെ മൊത്തത്തിൽ സ്ക്വയർ ആണ്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു d സ്ക്വയർ. അപ്പൊ 4d സ്ക്വയർ എന്ന് വരും. അപ്പൊ 4d സ്ക്വയർ. നോക്കിയടാ, ഇവിടെയും 4 ഇവിടെയും 4, രണ്ടും കട്ടായല്ലോ. ഫൈനലി എന്ത് കിട്ടി? gm1 m2 ബൈ d സ്ക്വയർ. ഇതെന്താ സാധനം? ആദ്യത്തെ എഫ് തന്നെയാണ്. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു എഫ്. എടാ, അപ്പൊ പുതിയ എഫ് എന്തെന്നെയാന്ന് കിട്ടി? പഴയ എഫ് തന്നെയാന്ന് കിട്ടി. ക്ലിയർ? അപ്പൊ സിംപ്ലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ ഫോഴ്സ് എഴുതും, gm1 m2 ബൈ d സ്ക്വയർ എന്ന് എഴുതും. എന്നിട്ട് മാറിയ ആൾക്കാരെ വെച്ചിട്ട് പുതിയ ഇക്വേഷൻ ഉണ്ടാക്കും. ആ പുതിയ ഇക്വേഷൻ്റെ അകത്തുനിന്ന് വരുന്ന നമ്പറുകൾ ഉണ്ടല്ലോ, ആ നമ്പറുകളെ പുറത്തേക്ക് എടുത്തിട്ട് ഉള്ളിൽ ആരെ കിട്ടും? നമുക്ക് എഫ് കിട്ടും. അതായത് ആദ്യത്തെ ഫോഴ്സിനെ കിട്ടും. എന്നിട്ട് നേരെ അങ്ങ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ ആയിട്ടില്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പെട്ടെന്ന് തന്നെ താഴെ കമന്റ് ചെയ്തോ.